Here comes the spirit of today's program. Christmas will always be a time for us to reflect on Christ. The gift God gave to the entire world was the gift of his life. So let us go through the moments of the birth of Jesus. So please stay tuned for the Nativity Show. നക്ഷത്രങ്ങൾ കഞ്ചിമാൻ മറന്നുപോയ ഒരു രാത്രിയിൽ മാനവചരിത്രത്തിന്റെ ഏടുകൾ രണ്ടായി പിളർന്നുകൊണ്ടായിരുന്നു യേശുനാഥന്റെ ജനനം. അന്നു മുതൽ ക്രിസ്തുവിന് മുൻപെന്നും ക്രിസ്തുവിന് ശേഷമെന്നും കാലഘട്ടങ്ങൾക്ക് പുതിയ നിർവചനങ്ങളുണ്ടായി. സാധാരണക്കാരായ മനുഷ്യരുടെ മേൽ ഭരണകൂടവും മതവും അടിച്ചേൽപ്പിച്ച നുഖങ്ങൾ തകർത്തെറിയാൻ, പാപമോചനവും സൗഖ്യവും പകർന്നു നൽകാൻ അവതരിച്ച ദിവ്യശിശുവിനെ കൺചിമ്മാതെ നോക്കി നിന്ന നക്ഷത്രങ്ങൾ പലർക്കും രക്ഷകനിലേക്കുള്ള വഴികാട്ടിയായി. ഉണ്ണിയേശുവിനെ കാണുവാനും സമാധാനത്തിന്റെയും പ്രതീക്ഷയുടെയും നക്ഷത്രത്തിളക്കങ്ങൾ ഹൃദയത്തിലേറ്റു വാങ്ങുവാനുമായി അകക്കണ്ണുകൾ തുറന്ന് തരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ CVM അവതരിപ്പിക്കുന്ന തിരുപ്പിറവിയുടെ ദൃശ്യാവിഷ്കാരം സ്നേഹപൂർവ്വം സ്വീകരിച്ചാലും. 2000 വർഷങ്ങൾക്ക് മുൻപ് അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനത രക്ഷകന്റെ വരവിനായി പ്രാർത്ഥിച്ചു കാത്തിരുന്നു. വിനയത്തിന്റെയും ഹൃദയ ലാളിത്യത്തിന്റെയും നിറകുടമായിരുന്ന മറിയം എന്ന യുവതി രാവും പകലും രക്ഷകന്റെ വരവിനായി പ്രാർത്ഥിച്ചു. അബ്ബാ പിതാവേ, അങ്ങയുടെ ജനത്തിന്റെ നിലവിളി കേൾക്കണമേ. ഇസ്രായേലിന്റെ മോചനത്തിനായി അങ്ങ് വാഗ്ദാനം ചെയ്ത രക്ഷകനെ വേഗം അയക്കണമേ. രക്ഷകന്റെ അമ്മയെന്ന അതിഭാഗ്യവതിയായ സ്ത്രീയുടെ ഏറ്റവും താഴ്ന്ന ദാസികളിൽ ഒരുവളെങ്കിലും ആകുവാനുള്ള മഹാഭാഗ്യം എനിക്കുണ്ടാകണമേ. ഗലീലിയിൽ നസ്രത്ത് എന്ന പട്ടണത്തിലെ ജോസഫുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയായിരുന്നു മറിയം. അങ്ങനെയിരിക്കെ ഗബ്രിയേൽ ദൂതൻ സ്വർഗത്തിന്റെ സത്വാർത്ഥിയുമായി മറിയത്തിന്റെ അടുത്തെത്തി. ദൈവദൂതൻ അവളോട് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയാത്തവളല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറയുകയുണ്ടായി, ദാവീദിന്റെ പുത്രനായ ജോസഫേ, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണം എന്ന് അഗസ്റ്റസ് സീസറിൽ നിന്നും കൽപ്പന പുറപ്പെട്ടു. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കുവാനായി ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോവുകയുണ്ടായി.
യോസേപ്പും മേരി